ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് പല അറ്റ്മോസ്ഫിയറിൽ നിന്ന് വന്നവരാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് പരിചിതമാവണമെന്നില്ല. ബട്ട് ഐ ക്യാൻ അഷോ യു ഗൈസ്, നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. തള്ളച്ച് രാവിലെ തന്നെ തള്ളിമറിക്കുവാണല്ലോ. അതെ, നമ്മളോ ഒന്ന് പെട്ടു. ഇതുങ്ങൾക്കെങ്കിലും നല്ലൊരു കോളേജിൽ പോയിക്കൂടായിരുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞു. നമുക്ക് പോയ പിള്ളേരൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. പിള്ളേരെയോ അതോ പെൺപിള്ളേരെയോ? ഒന്ന് പോടാ അവിടെ നിന്ന്. എടാ എവിടെ? എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അവനിതോടെ പോയി. തലവർ ലേറ്റ് ആവാൻ ലേറ്റസ്റ്റ് അതാ വരുവല്ലേ. തേടാ നോക്കി. ആ കൊച്ചിനെ കാണാൻ കൊള്ളാല്ലേ? ഒരു പൂച്ചക്കിട്ടിയ കണക്കുണ്ട്. നീ ഇങ്ങ് വന്നേ, നോക്കിയിട്ട് വരാം. അല്ല കുട്ടിയുടെ പേരെന്തുവാ? അറിഞ്ഞിട്ടെന്തിനാണാവോ? അല്ല, ഒന്ന് അറിഞ്ഞിരിക്കേ. എൻ്റെ പേര് ദേവങ്ങ. ആട്ടെ, ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് മിതു ജാദവ്. എന്താണ്? അല്ലല്ല, ജിത്തു മാധവ്. ചേന്നാണ് കിട്ടും. അല്ല, ആ കുട്ടി ഏതാ? അത് വേദ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു സ്കൂളിലൊക്കെ. ഈ വേദ, ഹായ് വേദ, നൈസ് ടു മീറ്റ് യു. ഹായ്, നൈസ് ടു മീറ്റ് യു ടു. അയ്യോ ദേവു, ഞാനിപ്പോൾ വരാവേ. ഞാൻ അവിടെ നിന്ന് എൻ്റെ ഫയൽ എടുത്തില്ല. ദേ വരുന്നു. വീടല്ലേ? പെങ്കൊച്ചെ, എന്തുവാ? എന്താ? നിനക്കെന്താ ചെവി കേട്ടൂടെ? എവിടെ നോക്കിയാ? നീ മാനത്ത് നോക്കിയതാണോ നടക്കുന്നത്? എന്തോന്നാ താനല്ലേടോ മാനത്ത് നോക്കി വന്ന് എന്നെ വന്ന് ഇടിച്ചത്? തൻ്റെ മോന്തയ്ക്ക് ഉണ്ടല്ലോ ബുൾസൈ കണക്കത്തെ 2 കണ്ണ്. അതെന്തിനു വെച്ചേക്കോ അവിടെ? എന്താടി നീ പറഞ്ഞത്? എൻ്റെ ഈ മാൻമിഴികൾ കണക്കിരിക്കുന്ന കണ്ണുകൾ കണ്ടിട്ടാണോ നീ ബുൾസൈ കണക്കിരിക്കുന്നെന്ന് പറഞ്ഞത്? എത്ര ധൈര്യമുണ്ട് നിനക്ക്? വന്ന് കയറിയില്ല, അതിനു മുമ്പ് തുടങ്ങി. അയ്യേ, മാൻമിഴികൾ കണ്ടാലും പറയും. എൻ്റെ ചിരിപ്പിക്കാതെ പോ ചേട്ടാ. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. എനിക്കിന്നൊന്നും സമയം പോയി. ഷോ, എൻ്റെ കർത്താവേ, എന്തിൻ്റെ കുഞ്ഞാണോ എന്തോ. വായാടി. ഡേയ്, എന്തായി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അതൊന്നും പറയണ്ട. വരുന്ന വഴിക്കൊരു കുരുപ്പ്. എൻ്റെ കണ്ണ് കണ്ടിട്ട് ബുൾസൈ കണക്കി ഇരിക്കുന്നെന്ന് പറഞ്ഞു. അയ്യോ, അതെനിക്കിഷ്ടപ്പെട്ടു. സാധാരണ ഏത് പെൺപിള്ളേർ കണ്ടാലും എൻ്റെ കണ്ണിലാണ് വീഴുന്നത്. അതിൻ്റെ അഹങ്കാരം ഇവനുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് സമാധാനമായി. ഓഹോ, യൂട്യൂബ് റൂട്ടസി. അല്ലടാ, ആ പെണ്ണ് പറഞ്ഞാലും കാര്യമുണ്ട്. നീ മിണ്ടരുത്. കള എല്ലാം കള. ഇനി എന്തൊക്കെയാ പരിപാടി എന്ന് പറയാം. ഇനി വല്ല പരിപാടിയൊന്നും ഇല്ലടാ. ഇനി സെൽഫ് ഇൻട്രൊഡക്ഷൻ കൂടെ ഉള്ളൂ. Let's welcome the next student onto the stage. Please come over. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വേദ. എടാ, നീ നോക്കിയേ, റിയയുടെ പ്രോഗ്രാം 4-ാമതിട്ടാ പോലെ. ഡാ ജെ, എടാ പട്ടി. എന്താടാ നീ? ഇത് ഏത് ലോകത്ത്? എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു? ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. നിനക്കെന്താ? ഉണ്ടായാ മതി. എടാ അതെ, ആ പെണ്ണിനെ നോക്കിയ. ഒന്ന് നിന്നേ മോളെ. എന്താ? മോളുടെ പേരെന്താന്ന് പറഞ്ഞിട്ട് പോ. പേര് ഞാൻ ഇൻട്രൊഡക്ഷൻ ഡേടെന്ന് പറഞ്ഞാണല്ലോ ചേട്ടാ. എന്തേ? ഒന്നുകൂടെ പറഞ്ഞാൽ നിന്റെ വയലിൽ മുത്തു പൊഴിഞ്ഞു പോവോ? മുത്തു പൊഴിഞ്ഞു പോകത്തൊന്നുമില്ല, പക്ഷെ എനിക്ക് പറയാൻ സൗകര്യമില്ല.
ഈ നിന്നെ എന്താടാ റാഗിങ് ആണോ? പ്രിയാസെ, ഞാൻ നിന്നോടൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഈ പരിപാടി ഈ കോളേജിൽ നടക്കത്തില്ലെന്ന്. എനിക്ക് നിനക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാനറിയാൻ വയ്യാണ്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. അത് നീ താങ്ങത്തില്ല. സോറി ചേട്ടാ, ഞാൻ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യത്തില്ല. സോറി. എന്നാൽ നിനക്ക് കൊള്ളാം. ഓക്കോ, ഇതൊന്നും കണ്ട് പേടിക്കണ്ട. ഇതൊക്കെ ഞങ്ങളുടെ ചെറിയൊരു ഡോസല്ലേ. എന്തോ എങ്ങനെ മോനെ? വേണ്ട വേണ്ട, ഒത്തില്ലല്ലേ? സോറി. താമ്പക്കോ. വേദ, നീ ആ ഫ്രഷേഴ്സ് ഡേയുടെ ഡാൻസിനില്ലേ? ആ ഉണ്ടല്ലോ. അതിന് പേര് കൊടുക്കാനായിട്ട് ഏതോ ജസ്റ്റിൻ എന്ന് പറഞ്ഞ 3rd ഇയറിലുള്ളൊരു ചേട്ടൻ്റെ അടുക്ക പോകാൻ പറഞ്ഞു മാം. അതിനാ ചേട്ടൻ എവിടാ? ചേട്ടൻ സയൻസ് ലാബിലുണ്ടെന്നാണ് മാം പറഞ്ഞത്. നീ അങ്ങോട്ട് ചെന്നാൽ മതി. ഇനി ആരാണോ എന്തോ. താനോ? കേറുവാടോ. അത് ജസ്റ്റിൻ. ജസ്റ്റിൻ വർഗീസ്, ഞാൻ തന്നെ. എന്താ? അത് മിസ്സ് പറഞ്ഞു ഡാൻസിന് പേര് കൊടുക്കാൻ. അതാണോ? താൻ പറഞ്ഞോ. താൻ ഏതിനാണുള്ളത്? ക്ലാസിക്കലാണോ, വെസ്റ്റേൺ ആണോ, ഹിപ്പ് ഹോപ്പ് ആണോ, സിംഗിളാണോ, ഗ്രൂപ്പാണോ? അത് ഞാൻ കണ്ടംപററി സ്റ്റൈല് സിംഗിളായിട്ട്. താനാള് കൊള്ളാലോ. എഴുതിയിട്ടുണ്ട്. താൻ പ്രാക്ടീസ് തുടങ്ങിക്കോ. ഓക്കെ ബൈ. അല്ല, പോയോ? അയ്യോ, എനിക്കെന്താ ദൈവമേ പറ്റുന്നത്? അയാളെ കാണുമ്പോൾ, അയാളുടെ അടുത്തിരിക്കുമ്പോൾ മാത്രം എന്താ എനിക്കിങ്ങനെ തോന്നുന്നത്? ആ കണ്ണുകൾ അതിനെ ആകർഷിക്കുന്ന പോലെ. അത് വെച്ചെന്നെ നോക്കുമ്പോൾ ഞാൻ വേദ, നിനക്ക് എന്തായി പറ്റുന്നത്? ഇനി അറിയില്ല. എടി, നീ എന്തോ ഒറ്റയ്ക്ക് ഒന്ന് പെറുപെറുക്കുന്നേ? എടി, നമുക്കിപ്പോൾ ഒരാളോട് ലവ് ആണോ എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുക? എന്താടി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നീ പറ, എങ്ങനെ അറിയും? അത് അയാളെ കാണുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും. പിന്നെ അയാളുടെ മുഖത്തൊന്നും നമുക്ക് കണ്ണെടുക്കാനേ തോന്നില്ല. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തേ? ഒന്നുമില്ല, ചുമ്മാ. I think I'm in love. എല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റ്. ഇനി പ്രോഗ്രാം കൂടെ തുടങ്ങിയാൽ മതി. ഫസ്റ്റ് വേദയുടെ ഡാൻസ് അല്ലേ? ഫസ്റ്റ് വേദ വിശ്വനാഥ്. എന്നാ ബാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. Next I welcome Veda Vishwanath on stage to perform a beautiful dance. सुन साथिया माहिया बरसा दे इश्का की स्याहिया रंग जाऊं रंग रंग जाऊं रे रे मैं तुझ पे मैं झर 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 जाऊं रे पिया बस तेरी मैं हो झूले तो खरी मैं साथिया माहिया बरसा दे इश्का की स्याहिया വേദ, എടോ, തൻ്റെ ഡാൻസ് അടിപൊളിയായിരുന്നു. താങ്ക്സ്. താൻ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ അയ്യോ വേദ, വേദ എഴുന്നേക്ക്. വേദ, എന്തു പറ്റി? എടോ
വേദ വേദ എഴുന്നേക്ക്, കണ്ണുറക്ക്. ഞാനിതെവിടാ? ഓ എൻ്റെ മാതാവി, ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. ബോധം തെളിഞ്ഞല്ലോ. 4 മണിക്കൂറായി താനീ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്, അറിയാവോ? ബാക്കിയുള്ളവൻ എന്ത് പേടിച്ചു പോയെന്നറിയാവോ? എനിക്ക് എന്ത് പറ്റിയതാ? പേടിക്കാനൊന്നുമല്ല, BP കുറഞ്ഞതാ. കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോവാം. ഓക്കെ. താനിതുവരെ പോയില്ലേ? അത് രാത്രിയായി. ഞാൻ ഓട്ടോയോ ബസ്സോ ഒന്നും കണ്ടില്ല. അതിത്രയും രാത്രിയായില്ലേ? ബസ്സിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞ് കാണും, അതാ. ഓ. താൻ വാ, ഞാൻ കൊണ്ടുവിടാം വീട്ടിൽ. അയ്യോ, അതൊന്നും വേണ്ട, ബുദ്ധിമുട്ടാവില്ലേ? ഓ പിന്നെ, ഇപ്പം ബുദ്ധിമുട്ടൊന്നും ആകാത്ത പോലെ ആണല്ലോ. താൻ വരുന്നേ വാ, ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായി. ഞാൻ വരാം. പിന്നെ വണ്ടി ഇരിക്കുമ്പോൾ പിടിച്ചിരിക്കണം. തല ഇറക്കം വല്ലതും വന്നാൽ എന്നോട് പറയണം. അല്ലാണ്ട് തല ഇറങ്ങി റോട്ടിൽ കിടന്നാൽ ഞാൻ അറിയത്തില്ല, കേട്ടോ? ശരി. വാ, കയറ്. പിടിച്ചിരുന്നു. എടോ, എത്തി, ഇറങ്ങിക്കോ. ആ ചേട്ടാ, താങ്ക് യു. ഏയ്, താങ്ക് യു ഒക്കെ എന്തിനാടോ? അതൊന്നും വേണ്ട. പിന്നെ ഇനി ചേട്ടാന്ന് വിളിക്കണ്ട. പിന്നെ എന്നെ എല്ലാവരും ജയെന്നാ വിളിക്കാറ്. താനും അങ്ങനെ വിളിച്ചോ? ആ ഓക്കെ ചേട്ടാ. സോറി, ജയ്. ഓക്കെ ഓക്കെ, അപ്പം ശരി എന്നാ, നാളെ കാണാം. ബൈ. ബൈ. എന്ത് രസമാണ്, ഒരു മെറുതിനെ പോലുണ്ട്. എത്രയും പെട്ടെന്ന് എൻ്റെ ഇഷ്ടം വേണം എന്നോട് പറയണം. പക്ഷേ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലോ? എന്താണെങ്കിലും വരട്ടെ. ഹേയ് ജയ്, എന്താണ് പരിപാടി? വേദ, താനോ? അങ്ങനെ കളിച്ചും ചിരിച്ചും വഴക്കിട്ടും ദിവസങ്ങൾ കടന്നുപോയി. വേദയ്ക്ക് ജയോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു. പക്ഷെ അവളത് അവനെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം. വേദ, നീ കൊള്ളുവേ? നീ പോടാ മരപ്പട്ടി. എന്താടി പറഞ്ഞത് നീ? പോടാ മരപ്പട്ടിന്ന്. മരപ്പട്ടി മരപ്പട്ടി മരപ്പട്ടി. മരപ്പട്ടി അല്ലേ? മരപ്പട്ടി നിന്റെ തന്തയടി. നിന്നെ ഇന്ന് ഞാൻ. ഹേ ചേ. ഹാ, ഞാനാ സെറിൻ. പിന്നെ താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? താൻ എനിക്ക് ഈ പോർഷൻ ഒന്ന് പറഞ്ഞു തരുമോ? ഇതെനിക്ക് എത്ര നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല, പ്ലീസ്. അതിനെന്താ, വാ ഞാൻ പറഞ്ഞുതരാം, വാ. എടോ, ഇത് ആക്ച്വലി വന്നിട്ട് ജേ, ഈ ചേച്ചി ആരോ വിളിക്കുന്നു. എന്നെ ആരോ വിളിക്കാൻ വിളിച്ചൂന്ന്. എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. എന്തായാലും ഞാൻ പോയി നോക്കിയിട്ട് വരാം. ജേ, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. പോവല്ലേ ജേ. താനെന്തിനാ അവളുമായിട്ട് കൊഞ്ചിക്കഴിയാൻ പോകുന്നത്? ആര് കൊഞ്ചിക്കഴിഞ്ഞൊന്നു? നിനക്ക് എന്നാ പെണ്ണേ? അയ്യോ, ഒരു കൊഞ്ച പാവം. വേദ, നീ കുറേ നേരമായി കേട്ടോ ചുമ്മാ. ഇവളുമായിട്ടൊന്നും മിണ്ടിയെന്നും പറഞ്ഞ എന്നാ?
എനിക്കത് ഇഷ്ടമല്ല. താനിപ്പോൾ അങ്ങനെ മിണ്ടാൻ പോവണ്ട, മനസ്സിലായി? പക്ഷെ എൻ്റെ കർത്താവ്, ഇത് എന്ത് കഷ്ടമായത്. നിനക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഞാൻ എന്തിനും മിണ്ടാപ്പോ. അവിടെ മറുപടി ഐ ലവ് യു. എന്താന്ന്? എന്താ കേട്ടില്ലേ? ഐ ലവ് യൂന്ന്. ഇപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് എന്നെയും കിട്ടി എൻ്റെ പിള്ളേരെ നോക്കി അവിടെ മൂലയ്ക്കങ്ങാണം കുത്തിയിരുന്നോളാം കേട്ടോ. ഓക്കെ. ഞങ്ങളുടെ പ്രണയത്തിന് അവിടെ തുടക്കമിട്ടു. ഞങ്ങൾ സ്നേഹിച്ചു, ആര് കണ്ടാലും അസൂയപ്പെടുന്നത് പോലെ. എപ്പോഴും പഞ്ചാരയടി മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് നല്ല രീതിക്ക് തന്നെ വഴക്കിടും. പക്ഷേ അതൊന്നും ഞങ്ങളുടെ സ്നേഹത്തെ ഒരു ഇഞ്ച് പോലും ബാധിച്ചില്ല. എനിക്കവനും അവനും ഞാനും, ഞങ്ങളുടെ ലോകം. ജേക്കാണ് വന്ന് നമ്മളോട് മിണ്ടാൻ പോലും നേരമില്ല. നമ്മളോട് പോട്ടെ, ഇന്ന് കോളേജ് ഫെസ്റ്റാണെന്ന് വല്ല ബോധമുണ്ടോ? പിന്നെ എനിക്കിവിടെ കുത്തിയിരിക്കാൻ സമയമില്ല. അപ്പോഴാണ് നിന്നെ വേദ വിളിക്കുന്നുണ്ട് IT ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പം ഞാൻ പോയിട്ട് വരാവേ. എൻ്റെ ടെഡി ബിയർ എന്നെ വിളിച്ചോ? വന്നോ സാറ്? പിന്നല്ലാതെ എന്തിനാ എൻ്റെ ബേബി വിളിച്ചേ? വെറുതെ ഒന്ന് മിണ്ടാൻ വിളിച്ചതാ. വെറുതെ വിളിച്ചതാണോ? ഓഹോ, വെറുതെ വിളിച്ചതല്ലേ? ഓക്കെ. അതിനെന്തിനാ അടുത്ത് വരുന്ന? ചുമ്മാ, എന്തായാലും ഞാൻ വെറുതെ ഇവിടെ വരെ വന്നതല്ലേ. എനിക്കൊരു കിസ് താ, അപ്പം പോവാൻ ഞാൻ. കിസ്സോ? കിസ്, ഉമ്മ, കേട്ടിട്ടില്ലേ? അതല്ല. ഏതല്ല? കിസ്സൊന്നും ഞാൻ തരൂല. വേണ്ട, നീ തരണ്ട, ഞാൻ എടുത്തോളാം. പൊക്കോ, ഇല്ലെങ്കിൽ എൻ്റെ കൺട്രോൾ പോകും. ജെ, എൻ്റെ വീട്ടിൽ നമ്മുടെ കാര്യം സമ്മതിക്കോ? എൻ്റെ പപ്പ കുറച്ച് സ്ട്രിക്റ്റാ, എനിക്കെന്തോ പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നത്? നിൻ്റെ കൂടെ ഞാനില്ലേ. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കും വേദ. Now the groom makes the bride. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞെന്ന്. എന്നാലും എൻ്റെ പപ്പേനെ നിങ്ങൾ എങ്ങനെ സമ്മതിപ്പിച്ചു? അതൊക്കെ സമ്മതിപ്പിച്ചു. നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നീ പോവാന്നൊക്കെ ഇറക്ക. നടക്കില്ല, ഇല്ല. അപ്പം നിങ്ങൾ അവളെ എനിക്ക് കെട്ടിച്ചേരില്ല? ഒരിക്കലും ഇല്ല. അതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ എനിക്ക് ചിലത് ചെയ്യേണ്ടതായി വരും. നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നടക്കില്ല. ഓക്കെ, നിങ്ങളുടെ തീരുമാനം പോലെ. അയ്യോ അങ്കിളെ, അങ്ങനെ പറയല്ലേ അങ്കിളെ, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അങ്കിളെ. അങ്കിളൊന്ന് കെട്ടിച്ച് തന്നാൽ മതി അങ്കിളെ, ഞാൻ അവളെ പൊന്നു കണക്ക് നോക്കിക്കോളാം അങ്കിളെ. പ്ലീസ് അങ്കിളെ, എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ നോക്കിക്കോളാം അങ്കിളെ. പ്ലീസ് അങ്കിളെ, എനിക്ക് അവളെ ഒന്ന് കെട്ടിച്ച അങ്കിളെ. ഞാൻ അവളെ കാര്യമിപ്പിക്കുന്നില്ല അങ്കിളെ. അവളുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണീര് വീഴാൻ ഞാൻ നോക്കിക്കോളാം അങ്കിളെ. ഞാൻ ഇപ്പം തങ്കക്കൊടം കണക്ക് നോക്കിക്കോളാം അങ്കിളെ. ഒന്ന് കെട്ടിച്ച അങ്കിളെ, പ്ലീസ് അങ്കിളെ. എടാ നീ അത് എഴുന്നേക്ക്, നീ ഇങ്ങനെ കാലൊക്കെ കിടക്കുക, ആൾക്കാരൊക്കെ നോക്കും, നീ എണ്ണിക്ക്, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എണ്ണിക്ക്. ജേ, താനിതെന്തോ ആലോചിച്ചോണ്ടിരിക്കുക? കുറേ നേരമായല്ലോ, എന്തോ ഉണ്ടല്ലോ. ഏയ് അതൊന്നുമില്ല, വിട്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? എനിക്ക് നാണാവുന്നു, പോയിടുന്നു. നിന്റെ നാണമൊക്കെ ഞാൻ മാറ്റിത്തരാം, വാ.
ഒരുപാട് വേദനിച്ചു എൻ്റെ ബേബിക്ക്. വേദനിച്ചോന്നോ? കൊന്നു കളഞ്ഞെന്നെ ദുഷ്ടൻ. പിണങ്ങില്ലേ എൻ്റെ ബേബി? ബട്ട് ഐ ലൈക്ക് ഇറ്റ്. ആ മോൾ എഴുന്നേറ്റോ? എന്തിനാടാ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? കുറച്ചുകൂടെ കിടന്നുറങ്ങാൻ മേലേ? ക്ഷീണം കാണുമല്ലോ. അതൊന്നും കുഴപ്പമില്ല അമ്മേ. ആ ഓക്കെ ഓക്കെ. എൻ്റെ മാതാവേ, പൊട്ടിച്ചു, അതും പൊട്ടിച്ചു. എൻ്റെ മനുഷ്യ, എനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് പൊട്ടിക്കാൻ നിങ്ങൾ എന്താ നേർന്നിട്ടുണ്ടോ കർത്താവിന്? എൻ്റെ ഈ മാതാവേ, എനിക്ക് വയ്യാതായി ഈ മനുഷ്യനെ കൊണ്ട്. ഇത് എത്രാമത്തെ ഗ്ലാസ്സായി മാസം? ഈടാ, അപ്പം കഴിഞ്ഞ ദിവസം നീ ഒരു പ്ലേറ്റ് എറിഞ്ഞ് പൊട്ടിച്ചതോ? അതിനൊന്നും കുഴപ്പമില്ലേ? ആ ഞാൻ ചെയ്യുന്ന നിങ്ങൾക്ക് എപ്പോഴും കുറ്റം. അല്ലെങ്കിൽ പണ്ടോട്ടെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കുറ്റം. നിങ്ങൾക്ക് ഈ അടുക്കളയിൽ കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ട് വെച്ച് വിളമ്പി തരുന്നൊന്നുമല്ല നിങ്ങൾക്ക് ഞാൻ അറിയാതെ ഒരു പ്ലേറ്റ് പൊട്ടിച്ചതിനാണ് നിങ്ങൾക്ക് അല്ലേ? ശരി, ഇപ്പം എല്ലാം കൂടെ എൻ്റെ നെഞ്ചത്തോട്ടായാ? എനിക്ക് വയ്യ. എനിക്ക് രണ്ടും കൂടെ രാവിലെ തന്നെ തുടങ്ങിയോ? എൻ്റെ ചെറുക്കാൻ ഞാനൊന്നുമല്ല, ഇങ്ങേരാണ്. നീ അയാളെ വിളിച്ചോണ്ട് പോ. ഇല്ലെങ്കിൽ മിക്കവാറും ഞാൻ അയാളുടെ തല ഇടിച്ച് ഞാൻ പൊളിക്കുന്നു. പറ ബേബി. ജേ, ഒന്ന് പെട്ടെന്ന് ഇവിടെ വരെ വന്നേ. വേഗം വാ. കാര്യം എന്നാടി? കാര്യമൊക്കെ പറയാം, അത് നീ വേഗം വാ. എടി പെണ്ണെ, എനിക്കിവിടെ പിടിപ്പത് പണിയാ. പണിയൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും, നീ വാ. അതെ, വരുക. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ഇതാരാ? ഹലോ. ഹലോ, നിങ്ങൾ ജസ്റ്റിൻ്റെ വൈഫാണോ? അതെല്ലോ, എന്തായിരുന്നു? താങ്കളുടെ ഹസ്ബൻഡിൻ്റെ കാറ് ഹൈവേ വെച്ചൊന്ന് ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. സിറ്റി ഹോസ്പിറ്റൽ വരെ എന്ന് പറയേണ്ടി വരും. ആക്സിഡൻറ്റോ? ഞാനിപ്പോൾ വരാം. ഡോക്ടർ, ജേക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? പ്ലീസ് അവനെ എന്തെങ്കിലും സേവ് ചെയ്യണം. ഞാൻ എന്ത് വേണം ചെയ്യാം. പ്ലീസ് അവനെ, എനിക്ക് അവനെ വേണം. പ്ലീസ് ഡോക്ടർ. ഐ എം റിയലി സോറി ടു സേ ദിസ്, ബട്ട് ഞങ്ങൾക്ക് അയാളെ രക്ഷിക്കാൻ സാധിച്ചില്ല. ബിക്കോസ് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഐ എം സോറി. നിങ്ങൾക്ക് ദൈവം എല്ലാത്തിനുള്ള ശക്തി ആയിട്ട്. എന്താ അവൻ? അയ്യോ അയ്യോ, കർത്താവേ, എൻ്റെ മോനെ, മോനെ, അയ്യോ, ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കണം? എന്തിനാ എന്നെ ഇട്ടിട്ട് പോയ? എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. ആ നിമിഷം തൊട്ടിപ്പോൾ വരെ ഞാൻ എങ്ങനെ ജീവിച്ചതെന്ന് നിനക്കറിയോ ചേ? എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ നീ? പക്ഷേ നീ എനിക്ക് ജീവിക്കാനായ ഒരു കാരണം തന്നു. മോനെ, മമ്മിയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചുമ്മാ ആയിരുന്നു ഇങ്ങനെ കരയല്ലെന്ന്. ഇതേ എനിക്ക് കരഞ്ഞ മോനും കരയോ കേട്ടോ. ഇല്ല, കരയുന്നില്ല. എൻ്റെ മോൻ കരയല്ലേ? അന്ന് ഞാൻ നിന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചതെന്നറിയോ ചേ? ഇപ്പം തന്നെ ജെ എന്നെ വിളിച്ച് വരാൻ പറയണം. പക്ഷെ അതറിയുന്നതിന് മുന്നേ നീ സാരമില്ല ജെ, എനിക്കിപ്പോൾ നമ്മുടെ മോനിൽ കൂടെ നിന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് മതി എനിക്ക്. I love you, Jay.